ഋതികയ്ക്ക് ഈ മോഡലിംഗ് ഫീൽഡിൽ വന്നിട്ട് മാറ്റപ്പെടേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്? കുറേ ഇഷ്യൂസ് മോഡലിങ്ങിലുണ്ട്, പക്ഷെ അതൊന്നും അങ്ങനെ ആരും പുറത്തോട്ട് കൊണ്ടുവരില്ല. പിന്നീട് ഇപ്പം ഈ റീസെൻ്റ്ലി കുറേ ഇഷ്യൂസും കേസുകളൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വരുന്നുണ്ടെങ്കിൽ അതെല്ലാം വുമൺസിൻ്റെ കാര്യങ്ങളായിട്ടാണ് പുറത്തു വരുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ നോക്കിയിട്ട് എൻ്റെ ഫ്രണ്ട്സ് വൈസ് ഞാൻ കേൾക്കുന്നതിലും കൂടുതലും ബോയ്സിനാണ് സെക്ഷുവലി ഉള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത്. ചിലർ പറയുന്നേക്കാം മമ്മി കോൺസെപ്റ്റിനോട് ഞങ്ങൾക്ക് താല്പര്യമല്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മമ്മി എന്നാണ് വിളിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. സോ അത് റിലേറ്റഡ് എന്താണ് ഋതികയുടെ ഒരു ഒപ്പീനിയൻ? പണ്ട് കാലഘട്ടത്തിൽ അക്സെപ്റ്റൻസ് ഇല്ലാതിരുന്നപ്പോൾ, അവർക്ക് റിലേറ്റീവ്സോ ആരും ഇല്ലാണ്ടിരുന്നപ്പോൾ, ഇപ്പോൾ ഒരാളെ ആശ്രയിച്ചിട്ട് എന്തായാലും ഒരു ഡിപ്പെൻഡൻ്റായിട്ട് നമ്മൾ സൊസൈറ്റിയിൽ ജീവിച്ചേ മതിയാവും. അങ്ങനെ അവർക്ക് സപ്പോർട്ടിങ് എന്നുള്ളൊരു സിസ്റ്റമായിട്ടാണ് അത് വന്നിരിക്കുന്നത്. പക്ഷെ അതിപ്പോഴും ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ എനിക്കതിലേക്ക് ഒരു സപ്പോർട്ട് വേണം എന്നുള്ളൊരാഗ്രഹിക്കുന്ന ഒരാളല്ല. ഇങ്ങനെ പുറത്തോട്ട് വന്ന സമയത്താണെങ്കിലും വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഫ്രണ്ട്സിന്റെ ഭാഗത്തു നിന്ന് എന്തായിരുന്നു റിയാക്ഷൻ? ഫ്രണ്ട്സ് ലൈക്ക് വാവ് അല്ലേ, അവർ ഭയങ്കര പ്രൗഡായിരുന്നു. നമ്മളോട് ചിരിച്ച് സംസാരിക്കും, പക്ഷേ നമുക്കിട്ട് ബാക്കിൽ നിന്ന് കുത്തുന്ന ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. എനിക്ക് മനസ്സിലായില്ല പുള്ളിക്കാരി നമ്മളെ യൂസ് ചെയ്യുന്നുണ്ട്. നേരത്തേക്കിന് ഭയങ്കര ഫീൽ ചെയ്യായിരുന്നു. ഇപ്പം എനിക്കത് പോകെ ഓക്കെ ആയി. ഹലോ, വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളുടെ ശാലു. ഇന്ന് എന്റെ കൂടെയുള്ള ഗസ്റ്റ് എന്ന് പറയുന്നത് ആളൊരു മോഡലാണ്, അതുകൂടാതെ ഡോക്ടറാണ്. സോ ലെറ്റ്സ് വെൽക്കം ഋതിക. ഹായ് ഋതിക. ഹായ്. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷം, നല്ല വിശേഷം. ഇപ്പോൾ ഈ അടുത്തായിട്ട് നമ്മുടെ നമീസ് മിസ് സൗത്ത് ഇന്ത്യ അതിൽ സെക്കൻഡ് റണ്ണർ കിട്ടി. ഓക്കെ, അപ്പോൾ അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഓക്കെ, ഇതിനു മുമ്പും ഒരുപാട് അച്ചീവ്മെന്റ്സ് നേടിയിട്ടുണ്ട് ഋതിക. അതുകൂടാതെ ഡോക്ടറും കൂടിയാണ് അല്ലേ? ഓക്കെ, ഇപ്പം ഗ്ലാം ഗാല 2025 അത് കഴിഞ്ഞു. ഇപ്പം നമീസ് സൗത്ത് ക്വീൻ ഓഫ് ഇന്ത്യ 2025. ഓക്കെ, ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഋതിക പിന്നെ രേണുസുതി പങ്കെടുത്ത ഒരു പ്രോഗ്രാം, അതിൽ നിങ്ങളും ഷോയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ആ ഷോയില് വിചാരിച്ച പോലെയല്ല ജഡ്ജ്മെന്റ്, ഞങ്ങൾക്ക് വിചാരിച്ച മാർക്കല്ല കിട്ടിയത്, ജഡ്ജ്മെന്റ് ഒക്കെ ഫ്ലോപ്പാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ആ പ്രോബ്ലം? അത് ആക്ച്വലി IFA മിസ് കേരളയായിരുന്നു കോമ്പറ്റീഷൻ, നമ്മൾ എറണാകുളത്ത് വെച്ചിട്ട് നടന്നിട്ടുണ്ടായ. അതിലൊരു പ്രോപ്പർ റൂൾസോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം അവർ ഫസ്റ്റ് വിന്നർ എന്നുള്ളത് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എൻ്റെ ചെസ് നമ്പർ എഴുതി കൊടുത്തു വിട്ടിട്ടാണ് പോയത്. പക്ഷേ ഇവർ ബാക്ക് സ്റ്റേജിൽ ചെന്നിട്ട് ചെസ് നമ്പറിൻ്റെ എൻ്റെ ഭാഗത്ത് അവരുടെ ഒരു കുട്ടീനെ ചെസ് നമ്പർ വെട്ടിയിട്ട് കയറ്റി അത് ജഡ്ജസ് ഫോട്ടോ സഹിതം ഞങ്ങൾക്ക് അയച്ചു തന്നു. അങ്ങനെ അത് പ്രശ്നമായി, ഫൈനലി കോൺട്രവേഴ്സി ആയി. പിന്നെ ഇൻ്റർവ്യൂ പോയി, അങ്ങനെ കുറേ ന്യൂസിലൊക്കെ പോയി. അങ്ങനെ ഓക്കെ, ഇപ്പം ജഡ്ജ്മെന്റ് ഒക്കെ തിരുത്തി തന്നു അവര്? തിരുത്തി ജഡ്ജ്മെന്റ് റിസൾട്ട് വന്നപ്പോൾ വിന്നറായിട്ട് തന്നെ വന്നു. ഓക്കെ, അപ്പൊ ആ ഒരു ടൈറ്റിലും കൂടി ഇപ്പൊ ഒത്തിരി ഹെൽപ്പ് ചെയ്തത് IMFA മോഡലിംഗിന്റെ സംഘാടകനെയാണ്. ഓക്കെ, സോ അങ്ങനെ 3 ടൈറ്റിൽ ഇപ്പൊ ഉണ്ട് അല്ലേ? ഇപ്പൊ 10 ആയിട്ടുണ്ട്. 10 ടൈറ്റിൽ ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു മോഡലിംഗ് ഫീൽഡില് വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഇപ്പൊ ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ വന്നിട്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു 1.5 വർഷം കൊണ്ടാണ് ഇത്രയും നേട്ടങ്ങൾ ഋതിക നേടിയിട്ടുള്ളത്. ഓക്കെ, അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. പിന്നെ ഋതികയുടെ കാര്യങ്ങളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് അമ്മ, അച്ഛൻ, ചേച്ചി, അനിയൻ. ചേച്ചി മാരീഡ് ആയിട്ട് 2 കുട്ടികളുണ്ട്. ഹസ്ബൻഡ് ദുബായിലാണ്. പിന്നെ ബ്രദർ എൻ്റെ കൂടെയാണ്, എറണാകുളത്താണ്. ആള് ലോർദ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ, ഇപ്പം ഋതിക ഇപ്പം ഇങ്ങനെ പുറത്ത് വന്നപ്പം, ഇങ്ങനെ ഞാൻ ഒരു വുമൺ ആണ് എന്നുള്ള കോൺസെപ്റ്റ് പുറത്ത് വന്നപ്പം വീട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന റിയാക്ഷൻ എന്തായിരുന്നു? ഒബ്വിയസ്ലി ആദ്യം ചെറിയൊരു വിഷമം ഉണ്ടാകുന്ന പോലെ അമ്മയ്ക്ക് അച്ഛനൊക്കെ വിഷമം ഉണ്ടായിരുന്നു. പിന്നീട് ഫാമിലീസും റിലേറ്റീവ്സും ഫ്രണ്ട്സാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. അതിനെല്ലാവരും പറയണത് ഞാൻ ഭയങ്കര ലക്കിയാണെന്നാണ്. അവരൊക്കെ വീട്ടിൽ സംസാരിച്ചിട്ട് എല്ലാവരും ഫുൾ സപ്പോർട്ടാനും ഒക്കെ ആയിരുന്നു. ആർക്കും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കുറേ നാൾക്ക് ശേഷം ഞാൻ വീട്ടിൽ ഓണത്തിന് എല്ലാ ഓണത്തിനും പോകുമെങ്കിലും അങ്ങനെ പരിപാടി കുറവായിരുന്നു. ഞാൻ ഏതെങ്കിലും ഷൂട്ടിലോ അല്ലെങ്കിൽ മോഡലിങ്ങിൻ്റെ എന്തെങ്കിലും പരിപാടിയിലായിട്ട് എൻഗേജ്ഡ് ആയിരിക്കും. ഇപ്രാവശ്യം എല്ലാം മാറ്റി വെച്ചിട്ട് ചെന്നൈത്തെ ലാസ്റ്റ് ഷോ മാത്രമാണ് ചെയ്തത്. ഒരു 1 വീക്കോളം ഞങ്ങൾ അവിടെയായിരുന്നു. അവിടെ നമ്മുടെ മിസ് യൂണിവേഴ്സ് നമിത മാരിമുത്തുവിൻ്റെ ഗ്രൂമിങ്ങും അവരുടെ ഷോ ആയിരുന്നു. അതിൽ ജഡ്ജ്മെൻറ്റ് പോലും മിസ് യൂണിവേഴ്സസ് ആയിട്ട് ടൈറ്റിൽ വിന്നർ ആയിട്ടുള്ളവരും പിന്നെ അതിൽ ഗ്രൂമിങ് ചെയ്യുന്ന സുനിൽ സാറാണ് ഞങ്ങൾക്ക് ഗ്രൂമിങ് ചെയ്തതെന്ന്. കാരണം അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഇപ്പം ലാസ്റ്റ് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഓണ സമയമായിരുന്നു. അങ്ങനെ ഓണത്തിന് അവിടെ പെർഫോം ചെയ്യാനൊക്കെ ഒരു അവസരം കിട്ടി. അപ്പം നല്ലൊരു അപ്രിസിയേഷനും കിട്ടി.
ഓക്കെ. അപ്പം കമ്മ്യൂണിറ്റി ആയിട്ട് യാതൊരു കണക്ഷനോ കാര്യങ്ങളോ ഋതികയ്ക്കില്ലേ? അങ്ങനെയില്ല. മോഡലിങ്ങിൽ ആരെങ്കിലും ഒക്കെ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് നോർമലി ഉള്ള ഹായ് ബൈ അങ്ങനെ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അങ്ങനെ കമ്മ്യൂണിറ്റി പരമായിട്ടൊന്നും ഇല്ല. ഓക്കെ. ഇപ്പം ഗ്രൂപ്പിൽ വരുന്ന ചിലവർ പറയുന്ന കേൾക്കാം, മമ്മി കോൺസെപ്റ്റിനോട് ഞങ്ങൾക്ക് താല്പര്യമല്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മമ്മി എന്നാണ് വിളിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. സോ അത് റിലേറ്റഡ് എന്താണ് ഋതികയുടെ ഒരു ഒപ്പീനിയൻ? എനിക്ക് തോന്നണു അത് പണ്ട് കാലഘട്ടത്തിൽ അക്സെപ്റ്റൻസ് ഇല്ലാതിരുന്നപ്പോൾ, അവർക്ക് റിലേറ്റീവ്സോ ആരും ഇല്ലാണ്ടിരുന്നപ്പോൾ, ഇപ്പോൾ ഒരാളെ ആശ്രയിച്ചിട്ട് എന്തായാലും ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ട് നമ്മൾ സൊസൈറ്റിയിൽ ജീവിച്ചേ മതിയാവും. അങ്ങനെ അവർക്ക് സപ്പോർട്ടിങ് എന്നുള്ളൊരു സിസ്റ്റമായിട്ടാണ് അത് വന്നിരിക്കുന്നത്. പക്ഷെ അതിപ്പോഴും ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ എനിക്കതിലേക്ക് ഒരു സപ്പോർട്ട് വേണം എന്നുള്ളൊരു ആഗ്രഹിക്കുന്ന ഒരാളല്ല. കാരണം എനിക്ക് എൻ്റെ സൈഡിൽ ഞാൻ ലക്കിയാണെന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാം ഉള്ളത് കൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലോട്ട് താല്പര്യമില്ല. ഓക്കെ. ഇപ്പം മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയുടെ കാഴ്ചപ്പാടുകൾ മാറ്റണം എന്നുള്ള ഒരു രീതിയിലോട്ട് പോകുന്നത് തന്നെയാണ് മോഡലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഋതികയ്ക്ക് മോഡലിംഗ് ഫീൽഡിൽ വന്നിട്ട് അങ്ങനെ മാറാതെ എപ്പോഴും നിലനിൽക്കുന്ന പഴയ കാര്യങ്ങൾ അല്ലെങ്കിൽ മാറ്റപ്പെടേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്? ഉണ്ട്, ഒരുപാടുണ്ട്. ഇപ്പം നമ്മൾ ഈവൻ കളറിൻ്റെ പേരിൽ നമ്മളെ കുറേ, ഞാൻ നേരത്തെ ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളതാണ്, ഇങ്ങനെ ഒരുപാട് ഷോസിൽ നമ്മൾ മാറ്റാറുണ്ട്. പിന്നെ ബോഡി വെയ്റ്റിൻ്റെ ഒരു ഡിസ്ക്രിമിനേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ, പിന്നെ ജെൻഡർ, അങ്ങനെ കുറേ ഇഷ്യൂസ് മോഡലിങ്ങിലുണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ ആരും പുറത്തോട്ട് കൊണ്ടുവരില്ല. പിന്നീട് ഇപ്പം ഈ റീസെൻ്റ്ലി കുറേ ഇഷ്യൂസും കേസുകളൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വരുന്നുണ്ടെങ്കിൽ അതെല്ലാം വുമൺസിൻ്റെ കാര്യങ്ങളായിട്ടാണ് പുറത്തു വരുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ നോക്കിയിട്ട് എൻ്റെ ഫ്രണ്ട്സ് വൈസ് ഞാൻ കേൾക്കുന്നതിലും കൂടുതലും ബോയ്സിനാണ് സെക്ഷുവലി ഉള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത്. പക്ഷെ അതാരും പുറത്ത് പറയുന്നില്ല, അഡ്രസ്സ് ചെയ്യപ്പെടില്ല. നമുക്ക് വുമൺസിന് വരുമ്പോഴാണ് അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്. ഓക്കെ. സോ പ്രൊഫഷൻ വൈസ് ഡോക്ടർ ആണെന്ന് പറഞ്ഞു, ഏതിലാണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ട്? ഞാൻ BPT ആണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ PG എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം PG എന്തായാലും എടുക്കും. അപ്പോൾ ബൈ പ്രൊഫഷൻ ഫിസിയോ ആണ്. ഓക്കെ. ഇപ്പം ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ പുറത്തോട്ട് വന്ന സമയത്താണെങ്കിലും വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഫ്രണ്ട്സിന്റെ ഭാഗത്തുനിന്ന് എന്തായിരുന്നു റിയാക്ഷൻ? ഫ്രണ്ട്സ് ലൈക്ക് വാവ് അല്ലേ, അവർ ഭയങ്കര പ്രൗഡായിരുന്നു. കാരണം പറയാൻ ഞാൻ കുറേ ലേറ്റായി എന്നുള്ളത്, ഞാൻ പഠിത്തമൊക്കെ എൻ്റെ ആവുന്ന ടൈമിലാണ് ഞാൻ പറയുന്നത്. അപ്പം ഇവരിത് കേൾക്കുമ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉള്ളവരുണ്ട്, പക്ഷേ പ്രൗഡായിട്ട് എന്നോട് സംസാരിച്ചവരുണ്ട്. പക്ഷേ എനിക്കങ്ങനെ ഒരു എല്ലാവരും പറയണ കേൾക്കാം, ഇൻ്റർവ്യൂസിലൊക്കെ മാറ്റി നിർത്തപ്പെടുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം അംഗീകരിക്കപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു അവരുടെ ഒരു മോട്ടിവേഷൻ കൊണ്ടായിരിക്കാം ഇത്രയും ടൈറ്റിൽ ഈ ഒരു 1.5 വർഷം കൊണ്ട് നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടാവാൻ ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. ഇപ്പം സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ സപ്പോർട്ട് ചെയ്യാതെ പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പന്മാരായിട്ടുള്ള ഫ്രണ്ട്സ് ഋതികയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. അത് ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞ പോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ സ്റ്റിൽ മോഡലിങ്ങിലാണെങ്കിലും അങ്ങനെ ഒരുപാട് പേരുണ്ട്. കാരണം നമ്മളോട് ചിരിച്ച് സംസാരിക്കും, പക്ഷെ നമുക്കിട്ട് ബാക്കിൽ നിന്ന് കുത്തുന്ന, ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളും ഉള്ള പോലെ തന്നെ എല്ലാം മോഡലിങ്ങിലും ഉണ്ട്. ഓക്കെ. അപ്പം മോഡലിംഗ് അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ മീൻസ് ഇപ്പം ഋതികയുടെ വളർച്ച കണ്ടോ, അങ്ങനെ എന്തെങ്കിലും കണ്ട് അസൂയപ്പെട്ടിട്ടാണേലും ഋതികേനെ തകർക്കാൻ മൈൻഡ് സെറ്റ് ആയിട്ട് നടക്കുന്ന ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ, ഞാൻ വർക്ക് ചെയ്തെടുത്ത് നമ്മളെ ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ ജസ്റ്റ് നമ്മളൊരു 6 month എഗ്രിമെന്റിൽ നമ്മൾ കയറ്റിയതിന് ശേഷം ആ കുട്ടി ഞാൻ വരുമ്പോഴത്തേക്ക് മാറിത്തരാണ്ടായി. എന്നിട്ട് എന്നെ പറ്റിയിട്ട് മോശമായിട്ടൊക്കെ അവിടെ പറഞ്ഞുണ്ടാക്കി. അങ്ങനെ എനിക്ക് അവിടെ നിന്ന് മാറേണ്ടി വന്നു. ഇപ്പോൾ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടീനെ പറ്റിയിട്ട് സത്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി. പിന്നീട് ഇപ്പം ആ കുട്ടീനെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള സംഭവം ആർക്കും താല്പര്യമില്ല എന്നാണ് കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ കൂടെ നിന്നിട്ട് ആ ആള് നമ്മളെ പിന്നീട് ചതിക്കുക എന്ന് പറയുമ്പോൾ സത്യം ആക്ച്വലി ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൽ ഏറ്റവും മുൻനിരയിൽ നിർത്തിയത് ഒരു കുട്ടിയായിരുന്നു. ഞങ്ങൾ പഠിക്കുമ്പോൾ തൊട്ട് ഒപ്പമാണ്. എന്ത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നോട് ആലോചിച്ചിട്ടും അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടും ആലോചിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലായില്ല പുള്ളിക്കാരി നമ്മളെ യൂസ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരിക്ക് ഇപ്പം അത്യാവശ്യം എനിക്ക് നല്ല എമൗണ്ട് സാലറി ആയിരുന്നു അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സാലറിയൊക്കെ കണ്ടിട്ടാവാം മേ ബി അവിടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാവാൻ ചെയ്തത്. ഓക്കെ. അപ്പം ആ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് കൂടെ നിന്ന് ഒരു ഫ്രണ്ടിനെ ചതിക്കുക എന്ന് പറയുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കണ്ണൊക്കെ നിറയാൻ കണ്ടു. അത് നേരത്തെ ഭയങ്കര ഫീൽ ചെയ്യായിരുന്നു. ഇപ്പം എനിക്കത് പോകെ ഓക്കെ ആയി. ഇപ്പോൾ ഓക്കെ ആണ്. ഓക്കെ. അപ്പം
അങ്ങനെ ഒരു ഫ്രണ്ടിന്റെ അടുത്തുനിന്ന് മാത്രമേ ഋതികയ്ക്ക് ഇത് കിട്ടിയിട്ടുള്ളൂ, വേറെ ആരും അങ്ങനെ? ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ എല്ലാവരോട്ടും പെട്ടെന്ന് അറ്റാച്ച് ആവുന്ന ഒരു ടൈപ്പാണ്. ആദ്യം എല്ലാവരും വിചാരിക്കും ഞാൻ മിണ്ടില്ല, ജാടയാണ്, ദേഷ്യമാണ്, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണെന്ന് വിചാരിക്കും. പക്ഷേ ഞാൻ പെട്ടെന്ന് മിങ്കിളാവുന്ന ആളുമാണ്. എനിക്ക് ഒരു സർക്കിള് വേണം, അവരെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തിട്ടായിരിക്കും എന്നെ സർക്കിളിലേക്ക് ഞാൻ അടുപ്പിക്കുക. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എൻ്റെ. ഓക്കെ. അപ്പം ആ ഒരു കാര്യത്തില് എല്ലാം കൊണ്ടും ഞാൻ നോക്കുമ്പം ഋതിക ഒരു ലക്കി ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. പൊതുവേ നമ്മൾ ഓരോരുത്തർ പറയുമ്പോൾ ഒരുപാട് സ്ട്രഗിൾ പോയിന്റും കഥകളും ഇല്ലാതെ അവർക്കൊരിതില്ല. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ വെരി വെരി. അതെ അതെ, അത് വീട്ടിലാണെങ്കിലും എല്ലാവരും പറയാറുണ്ട്. ഇപ്പൊ ഈവൻ ഈ മോഡലിങ്ങിലാണെങ്കിൽ കൂടി ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ ഈ റൺവേ ആയിട്ടാണ് 1.5 വർഷം ഇറങ്ങിയത്. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ പെജന്റ് ഷോസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പം അതിനുശേഷം ഇപ്പോൾ ഒരു ഷോയിൽ ലേറ്റസ്റ്റ് ആയിട്ട് ജഡ്ജായിട്ട് അവരെന്നെ വിളിക്കുകയുണ്ടായി. അതിൽ ജഡ്ജ്മെന്റ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ വേറെ കമ്പനീസൊക്കെ കൊറിയോഗ്രാഫറായിട്ട് വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കോള് വരുന്നുണ്ട്. വാവ്, അടിപൊളി. ഇപ്പം വീട്ടുകാരും ഫ്രണ്ട്സൊക്കെ മാറ്റി നിർത്താന്നുണ്ടെങ്കിൽ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ നാട്ടുകാരുടെ ഒരു ഇതെന്തായിരുന്നു? പെട്ടെന്ന് ഇങ്ങനെ ഓപ്പൺ അപ്പ് ആയി ഋതിക ഇങ്ങനെ ആണെന്നുള്ളത്, ഋതിക ഒരു സ്ത്രീ ആണെന്നുള്ളത് ഓപ്പൺ അപ്പ് ആയി വന്നപ്പോൾ എന്തായിരുന്നു അവരുടെ ഒരു റിയാക്ഷൻ? അതും ഞാൻ ഈ പറഞ്ഞ, കാരണം നമ്മൾ വളർന്നു വരുന്ന സിറ്റുവേഷൻ ബേസ്ഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന മുന്നേ ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് പിന്നീട് നമുക്ക് ആഫ്റ്റർ ഉണ്ടാവുക. കാരണം ഞാൻ അതിന് ശേഷം വീട്ടിൽ നാട്ടിലൊക്കെ ചെല്ലുമ്പോഴും അവരെന്നെ പഴയ ഞാൻ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ്, മോളെ എന്ന് വിളിച്ചിട്ട് അങ്ങനെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. എനിക്ക് യാതൊരു വ്യത്യാസവും തോന്നാറില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ബ്ലെസ്ഡ് ആവുന്ന എനിക്ക് എൻ്റെ ബ്രദർ, എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്, പിന്നെ അമ്മ, അച്ഛൻ, എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പം ഈവൻ ഡ്രസ്സാണെങ്കിലും എടുക്കുമ്പോഴത്തേക്കൊക്കെ നല്ല സെലക്റ്റീവായിട്ടും പിന്നെ അവർക്ക് മോശം വരാത്ത രീതിയിൽ വേണം, അങ്ങനെ ഇങ്ങനെയൊക്കെ ഫസ്റ്റ് അഡ്വൈസ് ഒക്കെ തരുമായിരുന്നു ചേച്ചിയൊക്കെ. പിന്നെ നമ്മളുടേതായ രീതിയിൽ അങ്ങനെ പോകും. തീർച്ചയായും. ഇപ്പം മോഡലിംഗ് ഫീൽഡിലോട്ട് വരാന്നുണ്ടെങ്കിൽ മോഡലിംഗ് ഫീൽഡിൽ ഫിക്സിംഗ് എന്ന് പറയുന്ന ഒരു ഏർപ്പാട്, അത് ഇപ്പം ഋതികയുടെ എക്സ്പീരിയൻസ് പറഞ്ഞു, അത് കൂടാതെ ഫിക്സിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൂടുതലായി നടന്നു വരുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. കാരണം ഞങ്ങളിപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു ഇഷ്യൂവിൽ അതിപ്പം ഈ കുറഞ്ഞു വരുന്നെന്ന് തോന്നുന്നു. കാരണം കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഫിക്സ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാം എല്ലാ മേഖലയിൽ എനിക്ക് തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു. മോഡലിങ്ങിലാണെങ്കിൽ ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇതിപ്പം ഈ ഒരു ഇഷ്യൂ ആർണിപ്പിച്ചിട്ട് എല്ലാവരും ഒന്ന് പേടിച്ചിരിക്കാൻ തോന്നുന്നു. അപ്പം ഇപ്പം കറന്റ് അങ്ങനെ വലുതായിട്ട് പ്രോബ്ലംസ് ഇല്ലെന്നാണ് ഋതിക പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പൊ ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ ഒരു അറിവിലില്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പം മോഡലിംഗ് ഫീൽഡിൽ പറയാന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും ചിന്തിക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു മേഖലയാണ് മോഡലിംഗ് ഫീൽഡ്. മോഡലിംഗ് ഫീൽഡിലോട്ട് വന്നവരെല്ലാം അങ്ങനെയുള്ളവരാണ്, ഇങ്ങനെയുള്ളവരാണ് എന്ന് ചിത്രീകരിക്കാറുണ്ട്. സോ അങ്ങനെയുള്ളവരോട് എന്താണ് ഋതികയ്ക്ക് പറയാനുള്ളത്? അങ്ങനെ മോഡലിംഗ് ഫീൽഡിൽ നമ്മൾ വിചാരിക്കണം നമ്മൾ നേരായ വഴിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരായ വഴിക്കേ പോവുള്ളൂ. നമ്മൾ മറ്റുള്ള രീതിയിലും പോകണം എന്ന് നമ്മളുടെ മനസ്സിൽ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലും പോകാൻ പറ്റും, പോവുകയും ചെയ്യും. കാരണം ഞാൻ കണ്ട സർക്കിളിൽ മോഡലിംഗ് ഫീൽഡിൽ കുറേ കുട്ടികൾ നേരെ പ്രൊഫഷൻ ബേസിൽ ഇഷ്ടപ്പെട്ട് വന്ന് ചെയ്തു പോകുന്ന ആൾക്കാരും ഉണ്ട്. പ്ലസ് അതിൽ വരുന്ന കുട്ടികൾ, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവർക്ക് അവരുടേതായ ഒരു ഉദ്ദേശം ഉണ്ടാവും. ആ ഉദ്ദേശത്തിൽ വരികയും ചെയ്യും, അതവർ സാധിച്ചിട്ട് പോവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു കാറ്റഗറി ആൾക്കാരുണ്ട്. അതെല്ലാവരുടെയും ഫോക്കസ് എവിടെയാണ് എന്നുള്ളത് പോലെ ഇരിക്കും. ഓക്കെ, ഇപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാന്നുണ്ടെങ്കിൽ ജാസി എന്ന് പറഞ്ഞ ആളെ തന്നെ എക്സാമ്പിൾ എടുക്കാം, അറിയാലോ. അപ്പം ഞാൻ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കമ്മ്യൂണിറ്റിയിൽ തന്നെ പല ആളുകളും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ജാസി എന്ന് പറയുന്നത് ഇങ്ങനെ ചീത്തപ്പേരുണ്ടാക്കി കമ്മ്യൂണിറ്റിക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ആളാണ്, ഞങ്ങൾക്ക് ആർക്കും ജാസി കാരണം ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് പലരും ഇങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട്. സോ അതിനോട് ഋതികയ്ക്ക് എന്താണ് ഒപ്പീനിയൻ പറയാനുള്ളത്? ആക്ച്വലി എനിക്ക് പുള്ളിക്കാരിനെ നേരിട്ടൊന്നും അറിയില്ല. ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് കാണുന്ന പോലെ തന്നെ എനിക്കറിയുള്ളൂ. എനിക്ക് ആ വീഡിയോസ് വെച്ചിട്ട് നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാൽ കൂടിയും എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരി ഒരു ഇന്നസെന്റ് ക്യാരക്ടർ ആണെന്ന് തോന്നുന്നു. എന്താണോ പറയുന്നത് അത് പിന്നീട് പുള്ളി ഓർക്കുന്നില്ല ഞാൻ പറഞ്ഞത് എന്താണ്, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്, അത് ചിന്തിക്കാതെ എടുത്തടിച്ച് പറഞ്ഞു പോകുന്ന ചില മണ്ടത്തരങ്ങളാണ് തിരിച്ചു വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഒന്നും തോന്നിയിട്ടില്ല, പേഴ്സണലി അറിയില്ല. ഓക്കെ, ഇപ്പം ഋതികയ്ക്ക് ഓപ്പൺ അപ്പ് ആയിട്ട് ഇപ്പൊ കുറെ പേര് വരാൻ മടിക്കുന്നുണ്ട്, അവർക്ക് സൊസൈറ്റിയെ ഫേസ് ചെയ്യാൻ പേടിയാണ്. സോ അങ്ങനെയുള്ളവരോട് എന്താണ് ഋതികയ്ക്ക് പേഴ്സണലി പറയാനുള്ളത്?
എനിക്ക് ഇനി കമൗട്ടായിട്ട് വരുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് ഫസ്റ്റ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഫാമിലീനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഫാമിലി ആണെങ്കിലും അല്ലെങ്കിലും അവിടെ ഓപ്പൺ അപ്പായിട്ട് പറയുക. നല്ല ഫ്രണ്ട് സർക്കിൾ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. ഇത് ശരിക്കും ഒരു ഡോക്ടറെ കാണിച്ച് മെൻ്റലാണ് അത് ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കണം അങ്ങനത്തെ ഒരു സംഭവമേ അല്ല. നമ്മളുടെ തോട്ടിൽ നമ്മൾ എന്താണോ പറയുന്നത് അത് നമ്മളുടെ പേരൻസാണ്. നമ്മൾ എന്തായാലും ഏതൊരു സിറ്റുവേഷനിലാണ് മനസ്സിലാക്കും. പക്ഷേ എല്ലാവരും ഈ എടുത്ത് ചാടി പോകുമ്പോഴാണ് അവരുടെ എഡ്യൂക്കേഷൻ അവരുടെ ഫാമിലി സിറ്റുവേഷൻസ് ഒന്നും നോക്കാണ്ട് എടുത്ത് പോകുമ്പോഴാണ് ഇവർക്ക് കുട്ടികളോടും വെറുപ്പാവുന്നത്, അവർക്ക് തിരിച്ചും അങ്ങോട്ടും വരുന്നത്. അതുകൊണ്ട് നമ്മളുടെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ഒരു കെൽപ്പ് ഉണ്ടാക്കി എടുക്കുക. അതിനുശേഷം വീട്ടിൽ ഫാമിലിയിൽ പറയുക. അവരെന്തായാലും കൈവിടില്ല, സപ്പോർട്ട് ചെയ്യും. അപ്പം അതിനുശേഷമുള്ള കാര്യങ്ങൾ അങ്ങനെ നോക്കിയാൽ മതി. അല്ലാണ്ട് എടുത്തു ചാടി പോകുന്നതിലാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആരും ഇല്ലാണ്ടാവുക, ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി സിസ്റ്റങ്ങൾ ഉണ്ടാവുക, മമ്മി അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം. അത് അക്സെപ്റ്റ് ചെയ്യുന്ന കുറേ പേരുണ്ട്, അതിൽ സന്തോഷമുള്ളവരുണ്ടാവാം. അവർ ഓരോരുത്തർക്കും ഓരോരുടെ ഇഷ്ടം എന്നുള്ള രീതിയിൽ. സോ ഋതിക, ഇത്രയും നേരം ഋതിക ഒരുപാട് അറിവുകൾ പങ്കുവച്ചു. എങ്ങനെ ഓപ്പൺ അപ്പ് ആയിട്ട് വരാം, അതുമാത്രമല്ല സൊസൈറ്റി എങ്ങനെ ഫെയർ ചെയ്യാതെ നിൽക്കാം, എങ്ങനെ പ്രതികരിച്ച് ഓരോ കാര്യങ്ങളിൽ പിടിച്ചു നിൽക്കാം എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഋതിക ഞങ്ങൾക്ക് ഷെയർ ചെയ്തു. സോ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സഹകരിച്ചതിന് ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.